അപ്പോൾ നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മളിപ്പോൾ എറണാകുളത്താണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കാസർഗോഡ് നിന്ന് എറണാകുളം വരെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് ആവോസിന്റെ ഒരു വലിയൊരു കാര്യത്തിനാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മള് ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മള് ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാരും പറയും നമുക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ മക്കളുടെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് കാണാൻ. ഇന്നല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കത് ഉപകാരപ്രദമാവും. പിന്നെ മക്കൾക്ക് വേണ്ടി എന്ന് മാത്രമല്ല ഞാൻ പറയണത്, ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ എസ്പെഷ്യലി ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് നമുക്ക് മാതാപിതാക്കൾ എന്ന രീതിയിൽ നമുക്കത് ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ മക്കളെ കാര്യം എടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പൊ കൂടുതലായിട്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. ആവസ് ടെൻഷൻ ഉണ്ടോ? അല്ല, ടെൻഷനൊന്നുമില്ല. അപ്പൊ നമ്മള് ഒരു സ്ഥലത്തേക്ക് പോവാൻ ഇറങ്ങിയതാണ്. അപ്പൊ എന്താണ് കാര്യം? അപ്പൊ എന്താണ് ഷൂട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഷൂട്ടിനും പോകാനുള്ളതാണ്. അപ്പോ എന്താണ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ പോയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ പോണ സ്ഥലം എന്ന് പറയുന്നത് നിർവാണ ലൈഫ് പാത്ത്. അപ്പൊ ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് കുറെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ബാബുസിന്റെ കുറെ സീക്രട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. നമുക്കറിയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ബാബുസിൻ്റെത്, പക്ഷെ അറിയാത്ത കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവിടെ ലൈഫിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ഗൈഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിർവാണ ലൈഫ് പാത്തിൽ എത്തി കേട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് ഉണ്ടായിരുന്നത്. കാരണം അതിനകത്ത് കയറുമ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമ്മളെ വെൽക്കം ചെയ്തു. അതിനുശേഷം നമ്മൾ അവിടെ ഇരുന്നു. അതിനുശേഷം അവരൊരു ഫോം എടുത്തിട്ട് ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഫോം ഫില്ല് ചെയ്തിട്ട് സൈനൊക്കെ ചെയ്യണം. അങ്ങനെ അത് ഹസ്ബൻഡ് ചെയ്യുകയാണ്. അപ്പോൾ മോനവിടെ കളിക്കാൻ വേണ്ടിയിട്ട് അവർ ടോയ് കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ടവരോട് നല്ല സ്നേഹത്തെ പെരുമാറുമ്പോഴാണ്. അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ അവിടെ നിന്ന് കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ആ ഒരു അവരുടെ ഒരു ബിഹേവിങ് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതിനുശേഷം ഞങ്ങൾ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം ഹൗസിനെ വിളിച്ചു. ഹൗസിൻ്റെ കൂടെ അച്ഛനും പോയായിരുന്നു. അങ്ങനെ കുറച്ച് ടെസ്റ്റുകൾ ചെയ്തു. ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളെ കൺസൾട്ടിങ് റൂമിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൺസൾട്ടിങ് റൂമിൽ പോയി. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി വീഡിയോ എടുക്കുന്ന ആളായതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കാണുക, കണ്ട അഭിപ്രായം പറയാം. ശിവാഞ്ജന, അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടുന്ന് ടെസ്റ്റ് ഒക്കെ എടുത്തു. ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ് എന്ന് അവർ പറഞ്ഞു. അപ്പൊ നമ്മളിത് വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ ഹൗസിന് ഓൾറെഡി കുറച്ച് കഴിവുകൾ ഉണ്ടെന്ന് നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് എഡ്യൂക്കേഷൻ ഭാഗമായിട്ട് പോകുമ്പോൾ നമുക്ക് അവളുടെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ നല്ലതാണല്ലോ. അപ്പോൾ ഈ ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ് എന്താണ്, റിസൾട്ട് എങ്ങനെയാണ് വരിക, ഇതൊക്കെ അറിയാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മളെ പോലെ തന്നെ നമ്മളെ പ്രേക്ഷകർക്കും ചിലപ്പോൾ അറിയാൻ ആഗ്രഹം ഉണ്ടാവും, ചിലപ്പോൾ അവർക്കും താല്പര്യമുള്ളതാണ്. അപ്പോൾ ഹൗസിന്റെ എല്ലാ കാര്യങ്ങളും അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഉപകാരമാവും, കാണുന്നവർക്കും ഉപകാരമാവും. ഇത് ആക്ച്വലി ഡോക്ടർ ഹെറോൾഡ് ക്യൂമിൻസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറെ ഇൻവെന്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ നമുക്കിപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ഒരു US പാറ്റേൺഷിപ്പിന്റെ ഇതിലാണ് നമ്മളിവിടെ നിർവ്വാണം ചെയ്യുന്നത്. അത്രത്തോളം ആക്യുറസി ഉണ്ടാവും ഈ ഒരു റിപ്പോർട്ട്. ഇതിപ്പോൾ മോർ ദാൻ ഒരു 1500 ആൾക്കാരിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും റിപ്പോർട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ളതാണ്. സോ ഇതിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന വേറെ ഒന്നുമല്ല, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ എല്ലാവരും യൂണിക് ആണെന്ന് നമുക്കറിയാം അല്ലേ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളും അവരുടേതായിട്ടുള്ള ഒരു വീക്ക്നെസ്സസ് ഒക്കെ ഉണ്ടാവും. സോ അത് നമ്മുടെ ബ്രെയിൻ വയറിങ് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് പോകുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്തിലൊക്കെയാണ് കഴിവ്, നമുക്കിപ്പോൾ സബ്ജക്ട് വൈസ് ആണെങ്കിലും എന്ത് ടൈപ്പ് ഓഫ് സബ്ജക്ട്സ് പഠിക്കാനാണ്. ഇപ്പൊ മാത്സ് ആണോ, അല്ലെങ്കിൽ സയൻസ് ആണോ, അല്ലെങ്കിൽ നമുക്ക് ലാംഗ്വേജ് സാഹിത്യപരമായിട്ട് ചിന്തിക്കാനുള്ള ഇമാജിനേഷന്റെ ഒക്കെ കഴിവുകളാണോ കൂടുതലുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ആർട്സിലാണോ കൂടുതൽ കഴിവുണ്ടാവുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തിരിച്ചറിയാനും നമുക്ക് എക്സാക്ട് അതനുസരിച്ച് നമ്മുടെ പഠന രീതിയെ കുറെ കൂടെ ക്രമീകരിക്കാനും നല്ല റിസൾട്ട് നമുക്ക് അക്കാഡമിക് വൈസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഉള്ള കഴിവുകളെ നല്ലോണം പോളിഷ് ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റാനും ഒക്കെ ഉള്ള രീതിയിൽ തിരിച്ചറിയാനും ഗൈഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിപ്പോൾ നല്ലൊരു കരിയർ സെലക്ട് ചെയ്യണം. നമുക്കൊരു 8th 10th സെലക്ട് ചെയ്താൽ നമ്മളുടെ കഴിവനുസരിച്ച് സെലക്ട് ചെയ്ത് നമുക്ക് അതിനകത്ത് ഒരുപാട്
ഹാപ്പി ആയിട്ട് പോളിഷ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാം അല്ലെ. അതെ, അതെ. അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് കറക്റ്റ് നമ്മുടെ കരിയർ സെലക്ട് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കണെന്ന് വെച്ചാല് ഇപ്പൊ നമ്മളിപ്പോ അവിടുന്ന് വന്നിട്ടാണല്ലോ ചെയ്യണത്. ഇപ്പൊ കുറെ ദൂരം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതിപ്പോ നമുക്ക് അവിടെ തന്നെ ചെയ്യാൻ പറ്റുമോ, ഓപ്ഷൻസ് ഉണ്ടോ? അപ്പൊ അങ്ങനെ അതിനെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞു തന്നതായിരിക്കും. നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇത് ചെയ്യാം. ഓൺലൈനായിട്ട് നമുക്ക് എബ്രോഡൊക്കെ ഒരുപാട് ക്ലയൻസ് ഉണ്ട്, കാനഡയിൽ നിന്ന് ഓസ്ട്രേലിയ ദുബായിൽ നിന്നൊക്കെ ഒരുപാട് ക്ലയൻസ് ഉണ്ട്. അവർ ഓൺലൈനായിട്ട് നമ്മളൊരു ഡെമോ വീഡിയോ അയച്ചു കൊടുക്കും. അതിൽ പറയുന്നത് പോലെയാണ് അവർ ഫിംഗർ പ്രിന്റ്സ് അയച്ചു തരിക. എന്നിട്ട് അത് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ റിപ്പോർട്ട് വരുമ്പോൾ ഓൺലൈനായിട്ട് തന്നെ സെഷൻ എടുത്തു കൊടുക്കും. ചിലവർ ഡയറക്റ്റ് ആയിട്ട് തന്നെ വരും, ചിലവർ ഓൺലൈനിൽ എടുത്തിട്ട് സെഷന് ഡയറക്റ്റ് വരും. അങ്ങനെ പല രീതിയിൽ ഇവിടെ വരാറുണ്ട്. അപ്പൊ ഓൺലൈനായിട്ട് സർവീസ് അവൈലബിൾ ആണ്, ഡയറക്റ്റ് ആയിട്ടും അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ മാർക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോ എന്നാലും 1, 2, 3 വരുന്ന ആളാണ്. പിന്നെ കുറെ ക്ലാസ്സുകളൊക്കെ പോണുണ്ട്. അതിന്റെ ഒരു മിസ്റ്റേക്ക്. അപ്പൊ മാത്സിൽ കുറച്ച് കുറവായിരുന്നു. അപ്പൊ ഞാൻ ടീച്ചറോട് ചോദിച്ചപ്പോ പറഞ്ഞു എല്ലാം അവിടെ ക്ലാസ്സിന്നൊക്കെ നല്ല ചെയ്യും, മാർക്ക് കുറച്ച് കുറഞ്ഞുണ്ട്, എനിക്ക് ഒന്ന് ക്ലാസ്സിൽ വരാത്തോണ്ടോ അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കിത് ടെസ്റ്റ് ഒന്നാമത് ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഇതിനെ കുറിച്ച് ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ മീറ്റിംഗ് കൂടി കഴിഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു അവനെ അറിയാം, അതിലവർക്ക് കുറവുണ്ടോ, മെമ്മറി പവർ കുറവുണ്ടോ, അതിനെ കുറിച്ച് എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇത് പറഞ്ഞു തരാൻ പറ്റുമല്ലോ അല്ലെ? അതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും വിചാരിക്കുന്നു. ടെസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ആക്ച്വലി സ്റ്റുഡൻസിന് ഇപ്പൊ മോള് മാത്സിൽ വീക്ക് ആവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ കോൺസെൻട്രേഷനോ ഫോക്കസ് ചെയ്യുന്ന ഏരിയ തെറ്റായിരിക്കും. ചിലപ്പോൾ ലേണിംഗ് മാത്സ് പഠിക്കും, നമ്മൾ പറയില്ലേ കണ്ടും കേട്ടും കൊണ്ടുവേണം ഒരു വ്യക്തി പഠിക്കുക എന്ന് പറയില്ലേ. അപ്പൊ അതിൽ ചിലപ്പോൾ മോള് പഠിക്കുന്ന ടെക്നിക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന സ്റ്റൈല് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ പ്രോപ്പർ സ്റ്റൈലിലേക്ക് അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം മാറും. അപ്പൊ ക്ലാസ് മിസ്സായാൽ പോലും അവൾക്ക് അത് വലിയൊരു ഇഷ്യൂ ആയിരിക്കില്ല. മോളെ സംബന്ധിച്ചിടത്തോളം അത് ഗ്രാബ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കാനുള്ള പവർ ഉണ്ടാവും. അപ്പൊ ചിലപ്പം ഫോക്കസിന്റെ ഇഷ്യൂ ആയിരിക്കും, ചിലപ്പോൾ ലേണിംഗ് സ്റ്റൈലിന്റെ പ്രോബ്ലം ആയിരിക്കും, ചിലപ്പോൾ ലോജിക്കൽ എബിലിറ്റിയിൽ എവിടെയെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ അതൊന്ന് ഫോക്കസ് ചെയ്താൽ മാത്സിലൊക്കെ നല്ല പോലെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും എന്താണ് ഏതാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഈ റിസൾട്ട് വരാൻ എത്ര ടൈം എടുക്കും? ഇപ്പൊ ഓൺലൈനിലാണെങ്കിലും നമ്മൾ വന്നിട്ട് ചെയ്യുകയാണെങ്കിലും എത്ര ടൈം ഡ്യൂറേഷൻ എടുക്കും ഇപ്പൊ ഇതിനെ കുറിച്ച് റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്? നമുക്ക് ഏകദേശം ഒരു 1 വീക്ക് ടൈം എന്താണെങ്കിലും വേണം. ഈ റിസൾട്ട് നമുക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്റെ പിന്നിൽ. അപ്പൊ അതൊക്കെ എല്ലാം ചെയ്ത് വരാനായിട്ട് നമുക്കൊരു 1 വീക്ക് ടൈം എന്താണെങ്കിലും വേണം. ഇതിപ്പോ നമ്മൾ ആദ്യമായിട്ടാണ് അറിയണത്. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് വഴിയാണ് ഇത് അറിഞ്ഞത്. അപ്പൊ ഇത് നമുക്ക് എത്രത്തോളം വിശ്വസനീയമാണ് ആൾക്കാർ ഇപ്പൊ കാണുമ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും അപ്പൊ ഇത് എങ്ങനെയാണ്, ഇവിടെ മാത്രമാണോ അതോ പുറത്ത് ഒക്കെ ഉണ്ടോ, ഇത് സയന്റിഫിക് ആണോ, എങ്ങനെയാണ്? ഇപ്പൊ ചിലവർ കൈ നോക്കണ പോലെയാണ്, അങ്ങനെയൊക്കെ ചിലപ്പോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വരാം. അപ്പൊ അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാല് നന്നായിരിക്കും വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ആക്ച്വലി ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ ഒരുപാട് പുതിയതായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. ഓൾറെഡി ഇത് 20 years മുമ്പേ നമുക്ക് ഇവിടെ ഉണ്ട്, പക്ഷെ എന്നാലും അത് പ്രചാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതൊരു സയന്റിഫിക് റെഫറൻസ് മെത്തേഡാണ്. എപ്പോഴും ഇത് ഒളിമ്പിക്സിലൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. ആൾക്കാരെ കൈനസെറ്റിക് എബിലിറ്റി അറിയാൻ, പൊട്ടൻഷ്യൽസ് തിരിച്ചറിയാനൊക്കെ ഒളിമ്പിക്സിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വീഡൻ, ജർമ്മനി, US, ചൈന, ജപ്പാൻ ഇവിടെ എല്ലായിടത്തും വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഈവൻ കോർപ്പറേറ്റ് കമ്പനീസിൽ എംപ്ലോയീസിനെ എടുക്കുന്നതിന് മുമ്പ് ഇവരുടെ ഈ ഒരു ടെസ്റ്റ് എടുത്ത് അവരുടെ എല്ലാ സ്വെറ്റ് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് കമ്പനീസ് ഉപയോഗിക്കാറുണ്ട് ഈ ഒരു ടെസ്റ്റ്. അത്രത്തോളം അത് ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്നർത്ഥം. അപ്പൊ നമ്മളെന്തായാലും മോക്ക് വേണ്ടി ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് റിസൾട്ട് വന്നതിന് വെച്ചാൽ മോന് കൂടി ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഏജ് എങ്ങനെയാണ്? ഇത് ആക്ച്വലി 4 വയസ്സിന് മുകളിലോട്ടുള്ള ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ പല കുട്ടികളുടെ കാറ്റഗറിയിലുള്ളവർ വരുന്നുണ്ട്, വലിയ കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടി വരുന്നവരുണ്ട്. ഇപ്പൊ 10th കഴിഞ്ഞ് സ്ട്രീം സെലക്ഷന് വേണ്ടി ഡൗട്ട് ഉള്ള ഒരു പാരന്റ്സ് ആയിട്ട് വരുന്നുണ്ട്. ജോലിയിൽ ഇരുന്നിട്ട് വേറെ ജോലിയിലേക്ക് സ്വിച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആഗ്രഹമുള്ള ഒരുപാട് പേര് വരാറുണ്ട്. ഏജ് ആയിട്ട് ജോലി ചെയ്യാൻ ഇതുവരെ പറ്റാഞ്ഞിട്ട് ഇനി എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമോ, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, പക്ഷെ ഏത് മേഖല വേണം എന്നറിയാൻ എത്രയോ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ വന്നിട്ടുണ്ട് ഇത് ചെയ്യാനായിട്ട്. ഇത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ നിർവ്വാണയിൽ ഇവിടെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഓരോരുത്തർക്കും ഇത് വ്യത്യസ്തമായിരിക്കും ഇതിന്റെ റേറ്റ് വരുന്നത്. കാരണം ചിലവർക്ക് അതിന്റെ കൂടെ നമ്മളൊരു പാക്കേജ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ചില ആൾക്കാർ ഇത് ടെസ്റ്റ് മാത്രം ചെയ്ത് അതിന്റെ കൗൺസിലിംഗ് സെഷൻ മാത്രം അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. ചിലർക്ക് കുട്ടികൾക്ക് ലൈഫ് സ്കില്ലിന്റെ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. ചില കുട്ടികൾക്ക് ലൈഫ് കോച്ചിങ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഡിപ്പെൻഡിങ് ആണ്, ഓരോ ഇൻഡിവിജ്വലിനും അത് ഡിഫറെന്റ് ആയിട്ട് പോകും. പക്ഷെ അഫോർഡബിൾ ആയിരിക്കും, നിങ്ങൾക്കൊക്കെ അഫോർഡ് ആവുന്ന റേറ്റിൽ തന്നെയാണ്.
അപ്പൊ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങളെ അവിടെ ഡ്രോപ്പ് ചെയ്യോ അതോ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇല്ല, നമ്മൾ ഈ സെഷൻ ഇത് കഴിഞ്ഞ് തന്നെ നമുക്കൊരു 1 hour വരുന്ന ഒരു കൗൺസിലിംഗ് സെഷൻ ഉണ്ട് ഈ റിപ്പോർട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ. അപ്പൊ അതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് പാരന്റ്സ് ഫേസ് ചെയ്യുന്നുണ്ട്, അത് ഇൻക്ലൂഡിങ് പാരന്റിങ് ആണെങ്കിൽ പോലും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഫോളോ അപ്പ് ഉണ്ടാവും. പാരന്റിങ് ആയാലും കുട്ടികളുടെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടാണെങ്കിലും അവരുടെ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ, ഇനി അവർക്ക് എന്തെങ്കിലും ട്രോമ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ ഉണ്ട് ഇവിടെ. അപ്പം അവര് ചൈൽഡ് സൈക്കോളജിസ്റ്റുകൾ അതിന് വേണ്ടിയിട്ടുള്ള സെഷൻസ് കൊടുക്കും. ലൈഫ് കോച്ചുമാരുണ്ട്, അപ്പൊ ലൈഫിന് വേണ്ട ഒരു കോച്ചിങ് എന്നുള്ള രീതിയിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ അവരുണ്ടാവും. എല്ലാ രീതിയിലുള്ള ഹെൽപ്പും ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പൊ എന്തായാലും ഞങ്ങള് ലക്കാണെന്ന് വിചാരിക്കണം. കാരണം നമുക്ക് ഇത്ര വേഗം പെട്ടെന്ന് ഈ കാര്യങ്ങൾ അറിയാം. കാരണം ഇനി അറിയാത്ത കുറെ ആൾക്കാരുണ്ട് കേട്ടോ, അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടാ നമ്മൾ ഈ വീഡിയോ തന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ട്. അവർക്കും ഇങ്ങനത്തെ ഇവിടെ ഓരോ ക്ലയൻസും വന്ന് പോകുമ്പോ അത്രത്തോളം സാറ്റിസ്ഫാക്ഷനിലാണ് ഓരോ ക്ലയൻസ് പോകുന്നത്. ഇന്നലെ പോലും ഒരു പാരന്റ് വന്നിട്ട് അത്രയും കരഞ്ഞ് ഇൻ ദ സെൻസ് അവര് അത്ര ഹാപ്പി ആയിട്ട് അവർ കരയാണ്. ലൈക്ക് അവർക്ക് അതിന്റെ ഒരു സൊല്യൂഷൻ കിട്ടി. എന്തുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇവനെ ടാക്കിൾ ചെയ്യാൻ പറ്റുക, അവന്റെ ആ ഒരു ടീനേജ് ട്രബിൾ ആണോ അല്ലെങ്കിൽ സ്വഭാവത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടാണോ, നമ്മുടെ പാരന്റ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ആണോ, എന്താണെന്നൊക്കെ ഉള്ളത് എക്സാക്ട്ലി അവർക്കൊരു ക്ലാരിറ്റി കിട്ടുകയാണ്. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഓരോ ക്ലയൻസും അത്രയും സാറ്റിസ്ഫാക്ഷനിലാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. ദൈവം അനുഗ്രഹിച്ചു. അപ്പൊ ഞാൻ വേറൊരു സൈക്കോളജിസ്റ്റിനെയും കാണാൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവരെ കാണാം. അവരോട് എനിക്ക് കുറച്ച് നമ്മുടെ ലൈഫ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്കും അത് ഉപകാരപ്രദമാവെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് അവരെ കാണാൻ പോവാം. വരും. അപ്പോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ നിന്ന് അറിയാനുണ്ട്. അപ്പൊ അത് ഒന്ന് ചോദിക്കാന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാം പറയാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മളിപ്പോ മാരേജ് കഴിഞ്ഞിപ്പോ നമ്മള് പൊതുവെ കേൾക്കണ വെച്ചാല് കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഡൈവേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. ഇപ്പൊ ലവ് മാരേജ് അല്ലെ അറേഞ്ച് മാരേജ് ഇങ്ങനത്തെ കൂടുതലായി കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് അതായത് കല്യാണം കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാനോ, അവരുടെ ലൈഫില് പ്രോബ്ലംസ് നമുക്ക് കൺട്രോൾ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പൊ അതും കൂടി ഒന്ന് അറിയാതെ വിചാരിക്കും. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്കങ്ങനെ ജനറൽ ആയിട്ട് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ പ്രശ്നമായിരിക്കാം. ചിലപ്പോ ചിലരുടെ വാല്യൂസ് തമ്മിൽ മാച്ച് ആവുന്നുണ്ടാവില്ല. ചിലർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ ലവ് ലാംഗ്വേജ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. തമ്മിൽ ഇഷ്ടം ഉണ്ടാവും, പക്ഷെ അത് ആ വേ ഓഫ് എക്സ്പ്രഷൻ്റെ അകത്ത് അവർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഫിസിക്കൽ റിലേഷനിൽ തന്നെ ഇഷ്യൂസ് വരുന്നവരുണ്ടാവാം. എന്താണ് അവരുടെ എക്സാക്ട് പ്രോബ്ലം എന്നുള്ളത് അസസ് ചെയ്തതിന് ശേഷം പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗിലേക്ക് പോയി ക്ലാരിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ കൊടുത്ത് അവർ തമ്മിൽ കോപ്പപ്പ് ചെയ്യാന്നുള്ളതാണ്. അത് ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മിക്ക കേസസിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വളരെ അപൂർവം കേസസിൽ ഈ പറഞ്ഞ പോലെ വളരെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കോൺഷ്യസ് ആയിട്ട് അൺകപ്പിൾ ചെയ്യാറും ഉണ്ട്. അതായത് കോൺഷ്യസ് ആയിട്ട് തന്നെ വളരെ സൗഹൃദത്തോടു കൂടി തന്നെ അവരെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ആയിട്ട് തന്നെ നിർത്താറും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അവര് ഇവിടെ വന്നിട്ട് അവരുടെ പ്രോബ്ലംസ് നിങ്ങളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നമുക്ക് അങ്ങനത്തെ കുറെ കേസസ് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു പ്രോബബിലിറ്റി എടുക്കുകയാണെങ്കിൽ ഒരു 95% ഓഫ് കപ്പിൾസ് ഇവിടുന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് പോയിരിക്കുന്നത്. ഇതുപോലെ വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നു, നമ്മുടെ അടുത്തുനിന്ന് സെഷൻസ് എടുത്തു, പ്രോപ്പർ ആയിട്ട് എന്താണ് പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അതിനനുസരിച്ചിട്ടുള്ള വർക്ക്ഔട്ട്സ് കൊടുത്തു. ഇപ്പൊ നമ്മൾ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കും. വീട്ടിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കാനുള്ള ആക്ടിവിറ്റീസ്, അവർ തമ്മിലുള്ള ഇന്റിമസി കൂട്ടാനുള്ള ആക്ടിവിറ്റീസ്, നമ്മൾ പല ആക്ടിവിറ്റീസും കൊടുത്ത് നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് വന്നിട്ടുള്ള കപ്പിൾസ് നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്കും വലിയൊരു എന്താണ് അവർക്കുള്ള കുറെ കാര്യങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാനുള്ള നല്ലൊരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ കൂടുതലായിട്ട് ഞാൻ ചോദിക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞാൽ നന്നായിരിക്കും വിചാരിക്കും. ഈവൻ നമ്മളിപ്പോ കപ്പിൾസിന്റെ ഇടയിൽ മാത്രമല്ല, ഇപ്പൊ ഫാമിലി എടുക്കുമ്പോ അച്ഛനും അമ്മയും കുട്ടികളും ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. നമുക്ക് മിക്ക ഫാമിലിയിലും ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു നെയ്ബർഹുഡോ സിബ്ലിങ്സിന്റെ എഫക്റ്റ് ഒന്നും ഇപ്പൊ അധികം കാരണം എല്ലാവരും ബിസി ലൈഫിലാണ് അല്ലെ. അപ്പൊ അത്രയും സ്റ്റീരിയോ ടൈപ്പിൽ ഓടുമ്പോൾ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ കാരണോ ഒരു ടീനേജിലെത്തിയ കുട്ടീനെ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് പാരന്റ്സിന് അറിയാതെ വരിക, അല്ലെങ്കിൽ പാരന്റ്സും കുട്ടികളായിട്ട് ഫാമിലി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ഇഷ്യൂസ് വരാനൊക്കെ സാധ്യത കൂടുതലാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് അതിന്റെ യഥാർത്ഥ കാരണം മൂലകാരണം തിരിച്ചറിഞ്ഞ് അതിനെ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രൊഫഷണലി ലോജിക്കലായിട്ട് നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫാമിലി ഇഷ്യൂസ് ഉണ്ടെങ്കിലും
നമുക്ക് ഇവിടെ സോർട്ട് ഔട്ട് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാലേ, മോള് മുമ്പൊക്കെ പറയാറുന്ന് അവൾക്ക് പഠിച്ചിട്ട് കളക്ടർ ആവണം എന്നാ പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ റീസെന്റ് കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട് എനിക്ക് അവളെന്നെ പറയട്ടെ, അതായിരിക്കും നല്ല വിചാരിക്കുന്നത്. ആരാവണം എന്നാണ് ഇപ്പൊ ആഗ്രഹം? MLA അല്ലെങ്കിൽ ഗവർണറോ അങ്ങനെ ആരെങ്കിലും ആണെന്ന് ആഗ്രഹം. ആണോ? അതെന്തുകൊണ്ട് അങ്ങനെ ഇപ്പൊ ഒരു ആഗ്രഹം വന്നേ? കാരണം ഞങ്ങളിപ്പോ എനിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ വീട്ടിൻ്റെ കുറച്ചപ്പുറമായിട്ടുള്ള ഒരു റോഡ് ചളി വീണ് ഇലയെല്ലാം മഴയല്ലേ, അപ്പൊ ചളിയെല്ലാം വീണിട്ട് അതൊരു വലിയ കുഴിയായിട്ട് ബസ്സൊന്നും കേറുന്നില്ല. അപ്പൊ സ്കൂളിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇപ്പായിട്ട് അമ്മ കറക്കി കൊണ്ടുപോയിട്ട് സ്കൂള് വിടല്. അപ്പൊ ഞാനഥവാ ഇനി പഠിച്ച് വലുതായിട്ട് ഗവർണറോ MLA എങ്ങനെ ആവുമ്പോ ഇത് എന്നെ പോലത്തെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെയുള്ള പ്രശ്നം അനുഭവിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ ആ പ്രശ്നം എനിക്ക് മാറ്റിക്കൊടുക്കാൻ പറ്റും എന്നൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സോളാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ പറയാൻ വന്നത്, കാരണം ഇവരുടെ ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇവിടുത്തെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഗൈഡ് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. മോളെ ഏതിലേക്ക് പോയാൽ ഏറ്റവും ബെറ്റർ ആവുന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് അമൃതാൻഡി ഗൈഡ് ചെയ്ത് തരും കേട്ടോ, റിപ്പോർട്ട് കിട്ടി കഴിയുമ്പോ. അപ്പൊ നമ്മൾ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആവാസിന്റെ ആഗ്രഹങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള വഴിയിലൂടെ നമുക്ക് കൊണ്ടുപോകണം ആവാസിന്, എന്നാലേ നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തെത്താൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ അതേപോലെ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പോൾ അവരെന്താ വെച്ചാൽ ഞങ്ങളുടെ നമ്പർ കൊടുക്കാം, അത് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ പോകണമെന്നില്ല, നിങ്ങൾക്ക് ഓൺലൈനിൽ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും ഇതേ റിസൾട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ട് അറിയാൻ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നേരെ പോയത് ബോൾഗാട്ടി പാലസിലേക്കാണ്. അവിടെ 24-ൻ്റെ ന്യൂസ് ചാനലിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും 24 ന്യൂസിൽ കാണാം, ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ ദേവനന്ദ ഉണ്ടായിരുന്നു, നമ്മുടെ വേദൂട്ടി ഉണ്ടായിരുന്നു, ഹൗസ്. ഇവർ 3 പേരുടെ ഇൻ്റർവ്യൂ ആയിരുന്നു. ഡാൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് തീർച്ചയായിട്ടും കാണാം. അതിനുശേഷം അവർ പറഞ്ഞു വെച്ച് 7 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരാമെന്നാണ്. എൻ്റെ 7 ഡേയ്സ് കഴിഞ്ഞിട്ട് അവർ നമ്മളെ കോൺടാക്ട് ചെയ്തു. അവർ ഹൗസിനെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ കണ്ണ് നിറഞ്ഞുപോയി സന്തോഷം കൊണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മക്കളെ നല്ല വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അറിയുന്നത്, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അവരുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് 75 പേജുള്ള റിപ്പോർട്ട് അവർ എനിക്ക് PDF വഴി അയച്ചു തന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യം ഞാൻ പ്ലേ ചെയ്തു. ഭയങ്കര സെൻസിറ്റീവാ, ചെറിയ കാര്യം മതി നമുക്ക് സങ്കടം വരാൻ. നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം ചെയ്തിട്ട് അത് കൊണ്ടേ കൊടുക്കുമ്പോൾ ഒരു മൈൻഡും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ഡൗൺ ആവും. അതേ സമയം ഒരാള് വന്നിട്ട് അത് കൊള്ളാട്ടോ ആവണി എന്ന് പറഞ്ഞാൽ അതേ ഡൗൺ ആയ ആൾക്ക് ഹൈ ആവാനുള്ള സ്പേസ് ഒരേ ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ക്രിറ്റിസിസംസ് ഒക്കെ കുറച്ച് പേടിയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമോ, ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കോ, ആരെങ്കിലും നെഗറ്റീവ് ആയിട്ട് പറയും, അങ്ങനത്തെ ഒരു ക്രിറ്റിസിസം ഫിയർ കിടപ്പുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളാണ്. മോട്ടിവേഷൻ കൊടുത്ത് നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അമ്മോളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നല്ല രീതിയിൽ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനും അതേപോലെ ഒരേ സമയം ഒരുപാട് കാര്യങ്ങളിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ, മൾട്ടി ടാസ്കിംഗ് എന്ന് പറയും, ഒരേ സമയം തന്നെ 2-3 കാര്യങ്ങൾ ചെയ്യാനും അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളും ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു കുട്ടിയാണ് ആവണി എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. ഞങ്ങൾ അന്ന് എറണാകുളത്ത് പോയി ടെസ്റ്റ് ചെയ്തതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തന്നു. ഹൗസിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു, കുറെ ഞങ്ങൾക്ക് അറിയാത്തതും കുറെ പുതിയ കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റി. ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ എല്ലാ കാര്യത്തിലും കുറെ കാര്യത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ലീഡർഷിപ്പ്, ഹൗസിലെ ക്വാളിറ്റിയിൽ പറയുന്ന ലീഡർഷിപ്പ്, പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഭാവിയിൽ ഏതൊക്കെ മേഖലകളായിരിക്കും തിരഞ്ഞെടുക്കാൻ പറ്റുക. അപ്പോൾ ടീച്ചിങ് ഉണ്ട്, അതേപോലെ സിവിൽ സർവീസ് പോലുള്ള ഗവൺമെന്റ് സർവീസ് ജോബ്സ്, പിന്നെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, പിന്നെ അതേപോലെ ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ, അങ്ങനെ കുറെ കാര്യങ്ങൾ അവൾക്കുള്ളത് തന്നെയാണ്. അവൾ ഇപ്പൊ കാണിക്കുന്ന അതേ ക്യാരക്ടർ തന്നെയാണ്. അപ്പൊ അവര് ഇത് പറയുന്ന സമയത്ത് ഇവളിൽ നിന്ന് കാണുന്ന കുറെ കാര്യങ്ങൾ അവർ പറയുന്ന സമയത്ത് അവരുടെ വായിലൂടെ കേൾക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ സന്തോഷം, കുറച്ചുകൂടെ ആത്മവിശ്വാസം കൂടി എന്ന് പറയാം. അപ്പൊ നിങ്ങൾ വന്ന് ശ്രമിച്ചു നോക്കുക. ഞങ്ങൾ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് നല്ല അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നിങ്ങളും അതായത് നമ്മുടെ കുട്ടികൾ നമ്മൾ വളരുന്ന സമയത്ത് നമ്മുടെ സാഹചര്യങ്ങൾ
ആ സാഹചര്യത്തിൽ നമ്മളെ കുട്ടികളുടെ ക്യാരക്ടർ എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കും അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. വലിയ പൈസയൊന്നും ആവില്ല, ചെറിയ പൈസ മാത്രമേ ആവുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവരുടെ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.